ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTUയിലെ 4th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗിലെ CE 206 ഫ്ലൂയിഡ് മെക്കാനിക്സ് 2യിലെ ഒരു ടോപ്പിക്കാണ്. മൈസെൽഫ് അഞ്ജു തുളസി, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, SNIT അടൂർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 4ലെ ഹൈഡ്രോളിക് ജമ്പ് എന്ന ടോപ്പിക്ക് പഠിച്ചിരുന്നു. ഹൈഡ്രോളിക് ജമ്പ് പഠിച്ചു, ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് പഠിച്ചു, യൂസസ് പഠിച്ചു, ടൈപ്സ് പഠിച്ചു, ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് പഠിച്ചു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. സോ എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. ഒരു ഹൈഡ്രോളിക് ജമ്പ് ഒക്യൂർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എഡീസിന്റെ ഫോർമേഷനും അതേപോലെ തന്നെ ടർബുലൻസിന്റെ കാരണമായിട്ടും അവിടെ എന്തുണ്ടാകും? ലോസ് ഓഫ് എനർജി ഫോം ചെയ്യും. സോ ഹൈഡ്രോളിക് ജമ്പ് ഒക്യൂർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എഡീസിന്റെ ഫോർമേഷൻ കാരണവും ടർബുലൻസ് ഒക്കെ കാരണമായിട്ട് ലോസ് ഓഫ് എനർജി ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ 1.1 സെക്ഷൻ 2.2 ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തായിരുന്നു ഹൈഡ്രോളിക് ജമ്പ് പഠിച്ചപ്പോ, അല്ലേ? അപ്പം സെക്ഷൻ 1.1ലെയും സെക്ഷൻ 2.2ലെയും സ്പെസിഫിക് എനർജിയുടെ ഡിഫറൻസ് ആയിരിക്കും. സോ അവിടെ ഉണ്ടാകുന്ന ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സെക്ഷൻ 1.1ലെയും സെക്ഷൻ 2.2ലെയും സ്പെസിഫിക് എനർജിയുടെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സെക്ഷൻ 1.1ൽ നമ്മൾ സ്പെസിഫിക് എനർജി E1 എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 2.2ന്റെ E2 ആണെങ്കിൽ E1 മൈനസ് E2 ആയിരിക്കും അവിടുത്തെ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിറൈവ് ചെയ്യാം. നമുക്ക് കാണേണ്ടത് ലോസ് ഓഫ് എനർജിയുടെ ഒരു എക്സ്പ്രഷൻ ആണ്. Therefore, loss of energy due to hydraulic jump equal hydraulic jump HL equal E1 minus E2, where E1 is the specific energy at section 1.1, E2 is the specific energy at section 2.2. സോ നമുക്ക് E1ഉം E2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ E1ന്റെ E2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. E1 എന്ന് പറയുവാണെങ്കിൽ സ്പെസിഫിക് എനർജി അറ്റ് സെക്ഷൻ 1.1 ആണ്. സോ അവിടുത്തെ ഇക്വേഷൻ D1 പ്ലസ് V1² ബൈ 2G. D1 എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദി flow at section 1.1 and V1 is the velocity of the flow at section 1.1. Similarly, E2 ile depth of the flow D2, velocity of the flow section 2.2 ile velocity of the flow ആണ് V2 എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വെലോസിറ്റിയുടെ ടേംസ് എല്ലാം ഒരിടത്തും ഡെപ്തിന്റെ ടേംസ് എല്ലാം ഒരിടത്താക്കി. സോ വെലോസിറ്റിയുടെ ടേംസ് ഒരിടത്താക്കിയപ്പോൾ നമുക്ക് കിട്ടി V1² ബൈ 2G മൈനസ് V2² ബൈ 2G. ഓക്കെ, മൈനസ് ഓഫ് D2 മൈനസ് D1. സോ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് Q എന്ന് പറയുന്നത് V1 D1 ഈക്വൽ V2 D2 എന്ന് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് V1ന്റെ ഒരു ഇക്വേഷനും കിട്ടും, V2ന്റെ ഒരു ഇക്വേഷനും കിട്ടും. സോ വി ഗെറ്റ് V1 ഈക്വൽ Q ബൈ D1 ആൻഡ് V2 ഈക്വൽ Q ബൈ D2. സോ നമുക്ക് V1ന്റെയും V2ന്റെയും വാല്യൂസ് കിട്ടി. അത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഞാൻ V1ന്റെയും V2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് കിട്ടി Q² ബൈ 2G D1² മൈനസ് Q² ബൈ 2G D2² മൈനസ് D2 മൈനസ് D1. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഇതിൽ കോമൺ ആയിട്ടുള്ള എന്താണ്? Q² ബൈ 2G അല്ലേ? ആ Q² ബൈ 2G നമുക്ക് പുറത്തോട്ട് എടുക്കാം. സോ നമ്മൾ Q² ബൈ 2G പുറത്തോട്ട് എടുത്തു. നമുക്ക് കിട്ടി 1 ബൈ D1² മൈനസ് 1 ബൈ D2². ബാക്കിയുള്ള എന്താണ്? മൈനസ് D2 മൈനസ് D1. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ LCM ചെയ്ത് സോൾവ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ വി ഗെറ്റ് Q² ബൈ 2G ഇൻറ്റു D2² മൈനസ് D1² by D1²
d2 സ്ക്വയർ. ഓക്കെ, മൈനസ് ബാക്കി എന്താണ് d2 മൈനസ് d1. സോ നമ്മൾ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പിൽ ഡിറൈവ് ചെയ്തിരുമ്പോൾ അവിടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. Q square equal G d1 d2 d2 plus d1 by 2. ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഡിറൈവ് ചെയ്തപ്പോൾ അതിൽ കണ്ടുപിടിച്ചൊരു ഇക്വേഷൻ ആണിത്. സോ ആ കിട്ടിയ ഇക്വേഷൻ ക്യൂ സ്ക്വയറിന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തിരുന്നത്. ആ കിട്ടിയ ക്യൂ സ്ക്വയറിന്റെ ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂ ഓഫ് ക്യൂ സ്ക്വയർ, നമുക്ക് ക്യൂ സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ്, സോ ക്യൂ സ്ക്വയറിന് പകരം ജി d1 d2 d2 പ്ലസ് d1 by 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ഇക്വേഷൻ മീൻസ് 1/2g into d2 square minus d1 square by d1 d2 square minus d2 minus d1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇടുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ജിയും ജിയും ക്യാൻസൽ ആയിപ്പോവും. ഇവിടെ d1 സ്ക്വയറും d2 സ്ക്വയറും ആണ്. അതിൽ ഓരോ d1ഉം d2ഉം കൂടെ നമുക്ക് ഇതിലിട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടും d2 പ്ലസ് d1 by 2 into d2 square minus d1 square by 2 d1 d2 minus d2 minus d1. ഇത് നമുക്കൊന്ന് എഴുതാം. സോ വെട്ടിക്കളയുകളെല്ലാം വെട്ടിക്കളഞ്ഞ ശേഷം നമുക്ക് കിട്ടി d2 പ്ലസ് d1 into d2 square minus d1 square by 4 d1 d2 minus d2 minus d1. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് ഇവിടെ കിടക്കുന്നത്. d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ. നമുക്കതിന് ഏത് ഫോമിലാക്കാം? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. സോ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നാണ്. സോ ആ ഫോമിലോട്ട് അതിനെ എഴുതാം. സോ വി ഗെറ്റ് d2 plus d1 into d2 plus d1 into d2 minus d1 by 4 d1 d2 minus d2 minus d1. Okay, so expand ചെയ്തേ ഉള്ളൂ. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് രണ്ടിലും നിന്നും d2 മൈനസ് d1 കോമൺ എടുക്കാം അല്ലെ. സോ d2 മൈനസ് d1 കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്തുകൊണ്ട് ഇവിടെ d2 പ്ലസ് d1 ഉണ്ട്. നമ്മൾ d2 മൈനസ് d1 ആണ് കോമൺ എടുത്തത്. ഓക്കെ, സോ ബാക്കി d2 പ്ലസ് d1 ഇൻറ്റു d2 പ്ലസ് d1 നമുക്ക് അതിന് d2 പ്ലസ് d1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 4 ഇൻറ്റു d1 d2 മൈനസ് എന്താ d2 മൈനസ് d1 എടുത്തു, ബാക്കി മൈനസ് 1. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് നമുക്ക് d2 പ്ലസ് d1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ d2 മൈനസ് d1 ഇൻറ്റു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയറിന് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ബൈ 4d1 d2 മൈനസ് 1 എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് LCM എടുക്കാം. സോ LCM എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും d2 സ്ക്വയർ പ്ലസ് 2d2 d1 പ്ലസ് d2. സോറി ഇവിടെ d2 സ്ക്വയർ അല്ല, ഇവിടെ d1 സ്ക്വയർ ആണ്. ഓക്കെ, സോ d2 സ്ക്വയർ പ്ലസ് 2d2 d1 പ്ലസ് d1 സ്ക്വയർ ബൈ 4d1 d2 മൈനസ് 1 ആണ്. LCM എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d2 സ്ക്വയർ പ്ലസ് 2d2 d1 പ്ലസ് d1 സ്ക്വയർ മൈനസ് 4d1 d2 ബൈ 4d1 d2 എന്ന് കിട്ടും. സോ ഇതിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 2d2 d1ഉം മൈനസ് 4d1 d2 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2d1 d2 കിട്ടും. സോ d2 സ്ക്വയർ മൈനസ് 2d1 d2 പ്ലസ് d1 സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ 4d1 d2. ഓക്കെ, ഇതിപ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോമാണ്. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം d2 മൈനസ് d1 ഇൻറ്റു
ഇതിനെ എങ്ങനെയായിട്ട് എഴുതാം? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആക്കി എഴുതാം. d2 മൈനസ് d1 ദ ഹോൾ സ്ക്വയർ ബൈ 4 d1 d2. Okay, so a minus b the whole square ഫോമിൽ എഴുതി. നെക്സ്റ്റ് d2 മൈനസ് d1 ഇൻറ്റു d2 മൈനസ് d1 നമുക്ക് ഒരുമിച്ച് എഴുതാം. d2 മൈനസ് d1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 d1 d2. സോ അതാണ് ലോസ് ഓഫ് എനർജി HL. d2 മൈനസ് d1 ദ ഹോൾ ക്യൂബ് divided by 4 into d1 d2. So expression for loss of energy due to hydraulic jump ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലോസ് ഓഫ് എനർജിയുടെ ഇക്വേഷൻ അറിയാം, E1 മൈനസ് E2. E1ന്റെ ഇക്വേഷൻ E2ന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിലെ വെലോസിറ്റി ടേംസ് ഒരുമിച്ചാക്കുക, ഡെപ്ത് ടേംസ് ഒരുമിച്ചാക്കുക. അതിലെ വെലോസിറ്റി ഇക്വേഷൻ Q by D1 V2 Q by D2 എന്നാണ്. Q by D1 and Q by D2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q സ്ക്വയർ ബൈ 2G കോമൺ എടുക്കുക, ബാക്കിയുള്ളതിന് കിട്ടുക. എന്നിട്ട് അതിന് LCM എടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് എനർജിയിൽ ഡെറൈവ് ചെയ്തായിരുന്ന ഒരു ഇക്വേഷൻ Q സ്ക്വയർ ഈക്വൽ G D1 D2 D2 പ്ലസ് D1 ബൈ 2. ഈ Q സ്ക്വയറിന്റെ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വെട്ടിക്കളയുക. വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് HL ഈക്വൽ ഇങ്ങനെ കിട്ടും ഇക്വേഷൻ. ഇതിൽ നിന്ന് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം ആക്കുക. സോ ഇതിൽ നിന്ന് d2 പ്ലസ് d1 ഹോൾ സ്ക്വയർ ആണ്. d2 മൈനസ് d1 നമ്മൾ കോമൺ എടുത്തു. d2 പ്ലസ് d1 ഹോൾ സ്ക്വയർ ബൈ 4 d1 d2 മൈനസ് 1 എന്ന് കിട്ടി. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്തതാണ് ഈ സ്റ്റെപ്പിൽ കിടക്കുന്നത്. പിന്നീട് അതിനെ LCM ചെയ്താണ് ഈ സ്റ്റെപ്പിൽ കിടക്കുന്നത്. ദെൻ അത് LCM ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ കിട്ടും. സോ d2 മൈനസ് d1 ദ ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതി. സോ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് HL ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജംപ് HL കിട്ടി. d2 മൈനസ് d1 ദ ഹോൾ ക്യൂബ് ബൈ 4 d1 d2 എന്ന്. ഓക്കെ, ഡെറിവേഷൻ ചെയ്ത് നോക്കുക. പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഹൈഡ്രോളിക് ജമ്പിന്റെ പ്രോബ്ലം നോക്കാം. എല്ലാവരും ഇത് ബുക്കിൽ എഴുതി നോക്കണം, ഡെറിവേഷൻസ് എല്ലാം. ഓക്കെ, സോ താങ്ക് യു.